പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അന്നു വേണ്ട ആഹാരം വചനത്തിലൂടെ നൽകി അങ്ങയുടെ മക്കളായി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിച്ചുകൊണ്ട് ഈ ഡെയിലി ബ്രെഡിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന വലിയ സ്നേഹത്തെ ഓർത്ത്, കരുണയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിരുക്കുടുംബത്തിന്റെ വലിയ സാന്നിധ്യത്തിലും സഹായത്തിലും മധ്യസ്ഥതയിലും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കള് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ പ്രീതിയിൽ വളർന്നു വരുവാൻ വലിയ കൃപ ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില്, സ്വർഗത്തിന്റെ സഹായത്തില് ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ, ഈ ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ട് ഉന്നതമായ കൃപകൾക്കായിട്ട്, അതിസ്വാഭാവികമായ കൃപാദാനങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് അച്ഛൻ ഓർക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ആരാധനയിലും വിശുദ്ധ കുർബാനയിലും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. അനേക മക്കള് വിളിക്കുന്നുണ്ട്. എല്ലാവരും ഫോൺ അറ്റൻഡ് ചെയ്യാൻ അച്ഛന് പറ്റുന്നില്ല. മെസ്സേജുകൾക്കൊക്കെ ഞാൻ ഒരു ഉപ്പ് കൈയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണയും കൃപയും നമ്മിലേക്ക് ഒഴുകട്ടെ. ഇന്ന് ഡെയിലി ബ്രെഡില് ഈശോ നമുക്ക് നൽകുന്ന തിരുവചനം വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസ്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചനമാണ്. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കുന്നതിനു വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. അതായത്, മക്കള് അനുഗ്രഹിക്കപ്പെടാൻ, വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ, ഒത്തിരിയേറെ കൃപകളാൽ നിറയപ്പെടാൻ, ആ മക്കൾക്ക് നന്മ കൈവരാൻ നമ്മുടെ മക്കൾ ചെയ്യേണ്ട ഒരു വലിയ കൽപ്പനയെ കുറിച്ച് ദൈവമായ കർത്താവ് നമ്മോടും നമ്മുടെ മക്കളോടും പറയുകയാണ്. അത് വേറൊന്നുമില്ല, മാതാപിതാക്കന്മാരെ അനുസരിക്കുക, അവരെ ബഹുമാനിക്കുക. പ്രഭാഷണ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെ തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. ഈ ഒരു അടിസ്ഥാന സത്യം നമ്മുടെ മക്കൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കുഞ്ഞുനാളിലെ കുട്ടിക്കണം. മക്കളെ, വാഗ്ദാനത്തോട് കൂടിയ ആദ്യത്തെ കൽപ്പനയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിച്ച് ബഹുമാനിച്ച് അവരുടെ അനുഗ്രഹം വായിക്കണം. പറഞ്ഞുണ്ട്, മാതാവിനെയും പിതാവിനെയും ബഹുമാനിച്ച് അവരുടെ അനുഗ്രഹത്തിന് പാത്രമാകണം. ഇന്ന് അനേക മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹമാണ് ഈ മാതാപിതാക്കളുടെ അനുഗ്രഹം. കാരണം മാതാപിതാക്കളെ അനുസരിക്കാതെ, മാതാപിതാക്കളെ വേദനിപ്പിച്ച്, നന്ദിയില്ലാത്ത മക്കളായി ജീവിച്ച്, അവരെ ഉപദ്രവിച്ച്, അവരെ എന്തുമാത്രം വേദനിപ്പിക്കാമോ അത്രമാത്രം വേദനിപ്പിക്കുമ്പോൾ ഈ അപ്പൻ ശപിക്കും, അമ്മ പ്രാകും. ഞാൻ പറഞ്ഞിട്ടില്ലേ, ചില അമ്മമാരൊക്കെ ഈ ദിവസങ്ങളില് എന്നോട് പറഞ്ഞു, അപ്പന്മാരും പറഞ്ഞു, ഈ മകൻ ഈ മകൾ ഒന്ന് ചത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ എന്നൊക്കെ. അപ്പൊ നോർത്തേക്ക് ഭൂമിയിൽ നന്മ കൈവരാൻ, അനുഗ്രഹങ്ങള്, വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ ഈ മക്കൾക്ക് ലഭിക്കേണ്ട അപ്പന്റെ അനുഗ്രഹം അവരനുസരിക്കാതെ, അവരെ സ്നേഹിക്കാതെ, അവരെ ബഹുമാനിക്കാതെ ജീവിക്കുന്നതിലൂടെ നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ നന്മ കൈവരിക്കാതെ, അനുഗ്രഹങ്ങൾ പ്രാപിക്കാതെ, വാഗ്ദാനങ്ങൾ പ്രാപിക്കാതെ നമ്മുടെ മക്കൾ ജോലിയില്, പഠനത്തില്, സ്വഭാവത്തില്, എല്ലാ ഉദ്യമങ്ങളിലും അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നു, നന്മ കൈവരിക്കപ്പെടാതെ പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ വചനത്തിന് അത്ഭുത ശക്തി
നമ്മിൽ സംഭവിക്കണം, നമ്മുടെ മക്കളിൽ നിറയണം. അത്രല്ല, ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. മാതാപിതാക്കള് നല്ല മാതൃക മക്കൾക്ക് കൊടുത്ത് അവരെ അനുസരിപ്പിക്കുന്ന, നമ്മെ ബഹുമാനിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം എന്ന് പറഞ്ഞാല് നല്ല മാതൃക. അച്ഛൻ എപ്പോഴും പറയും, ഇതൊരു പാലമാണ്, ഈ ഒരു കൽപ്പന ഒരു പാലമാണ്. മക്കൾ ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും കിടക്കണം. നമ്മുടെ മക്കൾ നമ്മളെ ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന തലത്തിൽ അവരെ നമ്മൾ മാതൃകയിലൂടെ, സ്നേഹത്തിലൂടെ, പരിശീലിപ്പിക്കലിലൂടെ, ബോധ്യപ്പെടുത്തലിലൂടെ അവരെ നമ്മൾ ഈ ബന്ധത്തിൽ ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാല് ഒരു മക്കളും പെട്ടെന്നൊന്നും മാതാപിതാക്കൾ വിട്ടു പോകത്തില്ല. ഇനി ഇന്നത്തെ കാലഘട്ടത്തില് ചില പൈശാചിക ശക്തികളും വശീകരണ യന്ത്രങ്ങളും കൊണ്ടൊക്കെ പോകുന്ന മക്കളുണ്ട് കേട്ടോ. അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും ഈ ദിവസങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ മക്കളെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ച്. പിന്നെ വേറൊന്ന്, ഒരു കാര്യം കൂടി ഇവിടെ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നതാ. മാതാപിതാക്കൾ നിങ്ങളുടെ കഷ്ടപ്പാടും വേദനയും, പൈസ ഉണ്ടാക്കുന്ന കഷ്ടപ്പാടും വേദനയും മക്കളെ അറിയിക്കണം. പല മാതാപിതാക്കളും ചെയ്യുന്ന വലിയ തെറ്റാണ്, മക്കളെ ഒരു വേദനയും കഷ്ടപ്പാടും അറിയിക്കാതെ വളർത്തും. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉപദ്രവമായിട്ട് മാറും. മക്കൾ അറിയണം നിങ്ങളുടെ കഷ്ടപ്പാട്, വേദന, നൊമ്പരം. അത് മക്കളോട് പറയണം. മക്കളെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പൊ മക്കൾക്ക് വില മനസ്സിലാവും, അവർ നിങ്ങളെ സ്നേഹിക്കും. അങ്ങനെ നിങ്ങളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അനുസരിക്കാനും ഒക്കെ ഇടയാക്കത്തക്ക രീതിയിൽ ജീവിക്കുക. ഇനി അതിനുവേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു കാര്യം ഓർത്തോ, നമ്മുടെ മക്കളെ എപ്പോഴും നമ്മൾ അനുഗ്രഹിക്കണം. മാതാപിതാക്കളെ ശപിച്ചാൽ, രാവിയാൽ, അവർക്കെതിരെ പ്രാർത്ഥിച്ചാൽ അത് ഭയങ്കരമായിട്ട് നമ്മുടെ മക്കളെ നശിപ്പിച്ചു കളയും. കണ്ടില്ലേ, നന്മ കൈവരില്ല, അനുഗ്രഹിക്കപ്പെടില്ല. അതുകൊണ്ട് എപ്പോഴും മക്കളെ അനുഗ്രഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒരു കൽപ്പന പാലിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ ഈ നന്മ കൈവരാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും വാഗ്ദാനങ്ങൾ സ്വീകരിക്കുവാനും ഇടയാക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസന്നതിയില് ഈ വചനത്തിന്റെ അത്ഭുത ശക്തി, ഈ അന്നന്ന് വേണ്ട ആഹാരമാകുന്ന ഈ വചനത്തിന്റെ അത്ഭുത ശക്തി നമ്മിലും നമ്മുടെ മക്കളിലും, നമ്മുടെ മാതാപിതാക്കളും മക്കളും നമ്മുടെ ബന്ധത്തിലും നിറയപ്പെടട്ടെ. മാതാപിതാക്കൾ അനുഗ്രഹം പ്രാപിച്ച് നമ്മുടെ മക്കൾ നന്മ കൈവരട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അന്നു വേണ്ട ആഹാരത്തിലൂടെ ഇന്ന് ഞങ്ങൾക്ക് നൽകിയ തിരുവചനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കൾക്ക് നന്മ കൈവരുവാൻ, ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങളുടെ മക്കൾ ഒത്തിരി വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി അങ്ങ് നൽകിയ വചനത്തിന്റെ കൽപ്പനയുടെ അടിസ്ഥാനം ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾക്ക് അങ്ങ് വെളിപ്പെടുത്തി തന്നല്ലോ. കർത്താവെ, ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് മാതാപിതാക്കളെ അനുസരിക്കേണ്ടതിന്റെ, അവരെ ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകത അങ്ങ് അറിവ് നൽകണമേ, ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. ആ മക്കൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ, ഒത്തിരിയേറെ കൃപകൾ സ്വീകരിക്കുവാൻ, ഒത്തിരിയേറെ നന്മ കൈവരിക്കുവാൻ അങ്ങ് നൽകിയ വാഗ്ദാനത്തോട് കൂടെയുള്ള കൽപ്പനയാണെന്ന് അറിഞ്ഞ് അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി മാതാപിതാക്കളെ അനുസരിക്കാൻ, ബഹുമാനിക്കാൻ ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവേ, മാതാപിതാക്കളായ ഞങ്ങൾക്ക് വന്നുപോയ വീഴ്ചകളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. മക്കൾ ഞങ്ങളെ ബഹുമാനിക്കാൻ ഇടയാകാത്ത വിധം, അനുസരിക്കാൻ ഇടയാകാത്ത വിധം, സ്നേഹിക്കാൻ ഇടയാകാത്ത വിധം ദുർമാതൃക നൽകി അവരെ സ്നേഹിക്കാതെ, അവരെ കരുതാതെ, മദ്യപാനത്തിന്റെ ദുർമാതൃക നൽകി കുടുംബത്തില് കലഹമുണ്ടാക്കി, ഭാര്യ ഭർത്തൃ ജീവിതത്തില് നല്ല മാതൃക നൽകാതെ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളെ വെറുക്കാനും അനുസരിക്കാതിരിക്കാനും ബഹുമാനിക്കാതിരിക്കാനും ഒക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവെന്ന് പറഞ്ഞില്ലേ, ഇതൊരു പാലമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കേണ്ട ഒരു പാലം. ഈ അഭിഷേകത്തില് ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളും മക്കളും നമ്മളെ ബന്ധം, അനുസരണമില്ലാത്ത, ബഹുമാനമില്ലാത്ത, സ്നേഹമില്ലാത്ത അവസ്ഥകൾ ഈശോയെ അങ്ങ് തന്നെ ഏറ്റെടുക്കണമേ.
അത് അങ്ങ് തന്നെ സ്നേഹം കൊണ്ട് നിറച്ച്, ക്ഷമ കൊണ്ട് നിറച്ച്, മുറിവുണക്കി കർത്താവേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ഐക്യപ്പെടുത്തണമേ. അങ്ങനെ ഈ കൽപ്പനയുടെ, ഈ വചനത്തിന്റെ വലിയ അനുഗ്രഹങ്ങള്, വാഗ്ദാനങ്ങള്, നന്മ കൈവരിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ഈശോയെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഇന്ന് തന്ന തിരുവചനത്തിന്റെ വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആഹാരത്തെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മക്കളെയും ഈ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇവിടെ മാതാപിതാക്കളും മക്കളും നമ്മുടെ ബന്ധത്തെ അഭിഷേകം ചെയ്യണമേ. എല്ലാ വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, പറയപ്പെട്ട വാക്കുകൾ, അതിലൂടെ കടന്നു വന്ന പൈശാചിക ശക്തികൾ, ശാപശക്തികൾ, പ്രാവിന്റെ ശക്തികൾ, ഒത്തിരിയേറെ അതിലൂടെ കടന്നു വന്ന പൈശാചിക ശക്തികളെ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുടുംബ ബന്ധത്തിൽ നിന്ന്, മാതാപിതാക്കളും മക്കളും തമ്മിൽ ബന്ധത്തിൽ നിന്ന് യേശുനാമത്തിൽ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം പറഞ്ഞ വാക്കുകള്, അമ്മ പറഞ്ഞ വാക്കുകള്, മക്കൾ പറഞ്ഞ വാക്കുകള്, ശാപത്തിന്റെ വാക്കുകള്, അതൊക്കെ കുടുംബത്തെ, മക്കളെ നശിപ്പിക്കൂലോ ഈശോയെ. അമ്മയുടെ ശാപം ഒരുവന്റെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കിക്കളയും ഈശോയെ. അതെല്ലാം എടുത്തു മാറ്റണം. പുതിയൊരു അഭിഷേകത്തിലേക്ക് ഞങ്ങൾ പുനഃസ്ഥാപിക്കണം. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ, അങ്ങയുടെ സ്നേഹം നിറയട്ടെ, അങ്ങയുടെ ചൈതന്യം നിറയട്ടെ, അങ്ങയുടെ കൃപ നിറയട്ടെ. അനുസരണത്തിന്റെ ആത്മാവ്, ബഹുമാനത്തിന്റെ ആത്മാവ്, സ്നേഹത്തിന്റെ ആത്മാവ് സ്വയം നിറയട്ടെ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ അഭിഷേക ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. അങ്ങനെ ഈ വാഗ്ദാനം എല്ലാ മക്കളും പ്രാപിക്കട്ടെ, നന്മ കൈവരിക്കട്ടെ, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. കർത്താവേ, എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ മക്കളും പ്രാപിക്കട്ടെ. തലത്തിൽ വന്ന വീഴ്ചകളെടുത്ത് ഉപയോഗിക്കാം. വീണ്ടും മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാം. മക്കളെ, മാതാപിതാക്കൾ അനുസരിക്കുക. ഇനി മാതാപിതാക്കൾ ഓർക്കണം കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ അനുസരിച്ച് ബഹുമാനിച്ചിട്ടുണ്ടോ? ഇവിടെ പറയുന്നുണ്ട്, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുക മാത്രമല്ല, തന്റെ മക്കൾ അവനെ സന്തോഷിപ്പിക്കുന്നു. മക്കളോട് സന്തോഷമില്ലാത്ത മാതാപിതാക്കൾ ഓർക്കണം, നീ നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടുണ്ടോ? അമ്മയെ സ്നേഹിച്ച് മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ? എല്ലാ മേഖലകളും ഓർത്ത് തമ്പുരാൻ ഉപയോഗിക്കാം. കുമ്പസാരിക്കേണ്ട മക്കൾ കുമ്പസാരിക്കുക. കർത്താവിന്റെ സാന്നിധ്യം വിശുദ്ധ കുർബാനയിലൂടെ ചേർത്ത് പിടിക്കുക, സ്വീകരിക്കുക. വലിയ അഭിഷേകത്തിനായിട്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.